കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ പദ്ധതി അതിഗംഭീരമായി അവർ നടത്തിയെടുത്തു. ഇടതുപക്ഷത്തെ താഴെ ഇറക്കണം, പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കണം. രണ്ടും നടപ്പാക്കിയെടുത്തു. ഏഷ്യാനെറ്റാണ് അത് ഏറ്റെടുത്ത് പൊലിപ്പിച്ചതെങ്കിൽ, മനോരമയാണ് അതിന് വെള്ളവും വളവും നൽകിയതെങ്കിൽ, ഇതിനൊക്കെയും ബൗദ്ധിക അടിത്തറ പകർന്നു നൽകിയത് മീഡിയ വണ്ണാണ്. മീഡിയ വൺ തയ്യാറാക്കിയ പുതിയ രുചിക്കൂട്ടുകളിട്ട് ജമാഅത്തെ ഇസ്ലാമി പാകം ചെയ്തെടുത്ത, മുസ്ലിം ലീഗ് വിളമ്പിക്കൊടുത്ത പ്രൊപ്പഗണ്ടയിൽ മറ്റുള്ള മാധ്യമങ്ങളും വീണുപോയി എന്നുള്ളതും സത്യമാണ്. അക്കൂട്ടത്തിൽ വീണുപോയ നിഷ്കളങ്കരായ മനുഷ്യരിൽ CPM-കാരും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാം ഒന്നും കണ്ടില്ല. റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സും ഏഷ്യാനെറ്റിൻ്റെ സർജിക്കൽ സ്ട്രൈക്കും കണ്ടു. വിശകലന വിദഗ്ധരായ മാധ്യമപ്രവർത്തകർ പ്രധാനമായും ഉദാഹരിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ, ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ചെയ്ത ന്യൂസ് ലാബ് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ 5 പേർ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു എന്നായിരുന്നു വാർത്ത. ഇത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് ലാബ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി 2 ദിവസങ്ങളിലായി ചേരുകയും മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാട്ടിയ വിവരങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. ഫേക്ക് ന്യൂസ് എന്ന തലക്കെട്ടിൽ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വാർത്താക്കുറിപ്പ് ഇറക്കേണ്ട സാഹചര്യം വന്നു. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വാർത്താക്കുറിപ്പ് പോസ്റ്റ് ചെയ്തു. ഇതിന് താഴെയായി കള്ളക്കഥ മെനഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നിരവധി പാർട്ടി അനുഭാവികൾ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഇപ്പോഴും CPM-ൻ്റെ സംഘടനാ ശൈലിയെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാതെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വേണം വിലയിരുത്താൻ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ മാധു സജി ഉന്നയിക്കുന്ന കാര്യങ്ങൾ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണമെങ്കിൽ കീഴ്ഘടകങ്ങളിൽ ചർച്ച ചെയ്യണമെന്നായിരുന്നു മാധുവിൻ്റെ വാദം. അതിന് കൂട്ടുപിടിക്കുന്നതാകട്ടെ CPM സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പറഞ്ഞ വാക്കുകൾ. പിണറായി വിജയനെ മാത്രം അത് ഏൽപ്പിക്കുകയും പിണറായി വിജയന്റെ മാത്രം മുഖം അതിന്റെ ആയുധമാക്കി മാറ്റുകയും അതിന്റെ പ്രചാരണ ആയുധമായി മാറ്റുകയും ചെയ്ത് പാർട്ടിയല്ല പിണറായി വിജയനാണ് മൂന്നാം ഊഴം തേടുന്നത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പ്രതിപക്ഷ നേതാവാക്കണമെങ്കിൽ അതും കീഴ്ഘടകങ്ങളിലടക്കം ചർച്ച ചെയ്യണമായിരുന്നു. കാരണം പരാജയത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി പറഞ്ഞെന്താ, കീഴ്ഘടകങ്ങളിൽ ചർച്ചയാകുമെന്ന. ഏത് കീഴ്ഘടകങ്ങളിലാണ് ചർച്ചയായത്? എന്ത് അഭിപ്രായ സ്വരൂപമാണ് നടന്നത്? നേരെ മുകൾ തട്ടിൽ നിന്നല്ലേ? നമ്മുടെ വാർത്ത എന്താണ്? പിണറായി വിജയൻ അസൗകര്യമുണ്ടെങ്കിൽ മാത്രം മറ്റൊരാൾ പ്രതിപക്ഷ നേതാവായി വരും എന്നായിരുന്നില്ലേ? അപ്പോൾ ഒരാളാണോ തീരുമാനിക്കേണ്ടത് ഇത് ആര് പ്രതിപക്ഷ നേതാവാകുമെന്നുള്ളത്? ഒരാളുടെ താല്പര്യപ്രകാരം മാത്രം അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് മാധു, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ. കേരളത്തിലെ കാര്യമായതുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ശുപാർശ മേൽഘടകം മുമ്പാകെ മുന്നോട്ട് വയ്ക്കുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണം. എന്നാൽ പിണറായി വിജയൻ്റെ ഘടകം എന്നത് പോളിറ്റ് ബ്യൂറോ ആണ്. പ്രസ്തുത വ്യക്തി ഏത് ഘടകത്തിലാണോ ആ ഘടകമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതിനാണ് പോളിറ്റ് ബ്യൂറോ ചേർന്നത്. മനോരമയടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കണക്കിലെടുത്താൽ 7-നെതിരെ 10 വോട്ടിന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണം എന്നായിരുന്നല്ലോ തീരുമാനം. അതായത് മാധു, ഉൾപാർട്ടി ജനാധിപത്യം ഇപ്പോഴുമുള്ള പാർട്ടിയാണ് CPM എന്ന് നിങ്ങൾക്കൊക്കെ സമ്മതിക്കേണ്ടി വരുമല്ലോ. പിന്നെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പാഠം, പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ 40,000-40,000 വരുന്ന ബ്രാഞ്ചുകളല്ല. ബ്രാഞ്ചുകളുടെ പണി അതല്ല. ബ്രാഞ്ചുകൾക്ക് പിണറായി വിജയനെ എന്നല്ല, പാർട്ടി അംഗത്വമുള്ള ആർക്കെതിരെയും വിമർശനം ഉന്നയിക്കാം, വ്യക്തിപരമായി പരാതിയും നൽകാം. ലോകത്ത് നടക്കുന്ന ഏത് കാര്യത്തെയും മാർക്സിസ്റ്റ് വീക്ഷണകോണിലൂടെ നോക്കിക്കാണുകയും വിമർശിക്കുകയും ചെയ്യാം. ഇതാണ് ഒരു പാർട്ടി ബ്രാഞ്ചിൻ്റെ ബേസിക് ഘടന. ബേസിക് പഠിക്കാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഇന്നും ഇനി നാളെയും ചെയ്യാൻ പോകുന്ന പണി. കേരളത്തിലെ 14 ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനും MV ഗോവിന്ദനും എതിരാണെന്നുള്ള നരേറ്റീവ് നിർമ്മാണം, അത് കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഇനി ചേരാൻ പോകുന്നത് ഏരിയ കമ്മിറ്റികളാണ്. അവിടെയും
പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും വിമർശനം ഉന്നയിക്കപ്പെടും. അടുത്തതായി ലോക്കൽ കമ്മിറ്റികൾ ചേരും, അവിടെയും ഇത് ആവർത്തിക്കപ്പെടും. അവസാനമായി പാർട്ടി എങ്ങനെ തോറ്റു എന്ന ചർച്ച ബ്രാഞ്ചുകളിൽ ഉയർന്നു വരും. അവിടെയും ഇത് ആവർത്തിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തമാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങളെയോ മാധ്യമപ്രവർത്തകരെയോ ബാധിക്കുന്ന കാര്യമേ അല്ല. CPM ബ്രാഞ്ചുകളും പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും നെഞ്ചത്ത് കയറിയാൽ എന്താണ് സംഭവിക്കുക? 5 ലക്ഷത്തിലേറെ വരുന്ന പാർട്ടി അംഗങ്ങൾ സ്വയം വിമർശനം എന്ന പരിപാടി അപ്പാടെ ഉപേക്ഷിച്ച് നേതൃവിമർശനം എന്ന പരിപാടിയിലേക്ക് മാത്രം ചുരുക്കപ്പെടും. ഇവിടെയാണ് CPM യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെടാൻ പോകുന്നത്. ന്യൂസ് ലാബ് നേരത്തെ സൂചിപ്പിച്ച പാറ്റേൺ നിർമ്മിതിയുണ്ടല്ലോ, അതിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വിവരം ഇതുവരെ കിട്ടിയോ? ന്യൂസ് ലാബ് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായി എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ? ജില്ലാ ഘടകം എന്ന നിലയ്ക്കല്ല, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയ്ക്ക് തനിക്ക് വ്യക്തിപരമായി ഇന്ന വീഴ്ചകൾ സംഭവിച്ചു, ഇന്ന പോരായ്മകൾ ഉണ്ടായി, വരും നാളുകളിൽ ഈ വീഴ്ചകളിൽ നിന്നൊക്കെയും പാഠം ഉൾക്കൊണ്ട് പാർട്ടി തീരുമാനം നടപ്പാക്കാൻ അരയും തലയും മുറുക്കി താൻ രംഗത്തിറങ്ങുമെന്ന് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞതായി നിങ്ങളിൽ എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്രിയപ്പെട്ട പത്ര, ചാനൽ, ഓൺലൈൻ ചീഫ് എഡിറ്റർമാരെ, നിങ്ങളിൽ എത്ര പേർ റിപ്പോർട്ടർമാരോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്? അതായത് ജില്ലാ കമ്മിറ്റികൾക്കൊന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, വീഴ്ച മുഴുവനും പിണറായി വിജയനും എം വി ഗോവിന്ദനും മാത്രം. ന്യൂസ് ലാബ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. വീഴ്ച CPM എന്ന പാർട്ടിക്ക് ആകെയുണ്ടായ വീഴ്ചയാണ്, ഓരോ പാർട്ടി അംഗത്തിനും ഉണ്ടായ വീഴ്ചയാണ്. സമയപരിമിതി മൂലം അത് ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണെന്ന് പറയുന്നില്ല. ഒരാളെ കൂടി പരാമർശിക്കാതെ ന്യൂസ് ലാബ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് സാക്ഷാൽ ഉണ്ണി ബാലകൃഷ്ണനെയാണ്. എല്ലാം അറിയാം, പക്ഷേ ഒന്നും അറിയില്ലെന്ന നാട്യത്തിൽ 12 മിനിറ്റ് ഫ്ലോറിൽ തുള്ളിക്കളിച്ച ഉണ്ണി ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്ക് നിരീക്ഷിച്ചത് തെറ്റിപ്പോയതിന് ഇത്രമാത്രം ചാടിക്കളിക്കേണ്ടതുണ്ടോ? പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കും എന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. സർജിക്കൽ സ്ട്രൈക്ക് അത്തരത്തിലൊരു നിരീക്ഷണം നേരത്തെ നടത്തിയിട്ടുമുണ്ട്. നോക്കൂ, അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർഭരണം കിട്ടിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. പാർട്ടിയും ഭരണവും ഒരേ സമയം പിടിയിലാക്കിയ മുഖ്യമന്ത്രിയുമാണ്. ആ അർത്ഥത്തിലൊരു സർവാധികാരിയായി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരില്ല എന്ന് തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നിരീക്ഷിച്ചിരുന്നത്. ന്യൂസ് ലാബിന് തോന്നിയ ഒരു കാര്യം പങ്കുവെക്കാം. 1957-ൽ EMSലൂടെ തുടങ്ങിവെച്ച നയപരിപാടികളുടെ തുടർച്ചയാണ് EK നായനാരും VS അച്യുതാനന്ദനും നടത്തിയതെങ്കിലും ഇതിൽ നിന്നൊക്കെയും ഏറെ വ്യത്യസ്തവും ഏറ്റെടുത്ത കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിൽ പ്രൊഫഷണൽ രീതി അവലംബിച്ചത് പിണറായി വിജയൻ മാത്രമാണ്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ അതിന് നേർസാക്ഷ്യമാണ്. പിണറായി വിജയൻ കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ നിയമസഭയിലെ പെരുമാറ്റത്തിൽ സൃഷ്ടിച്ച ഒരു ബെഞ്ച് മാർക്കുണ്ട്, മറ്റാർക്കും ഇതുവരെ സാധ്യമാകാതിരുന്ന ഒന്ന്. അതിനെ ഒരു വലതുപക്ഷ സർക്കാർ ഏത് വിധത്തിലാണ് സമീപിക്കുക? പദ്ധതികളിൽ നിന്ന് പിന്നാക്കം പോകുമോ? ജനക്ഷേമം തടസ്സപ്പെടുത്തുമോ എന്ന് തുടങ്ങി 100 കണക്കിന് കാര്യങ്ങളിൽ കണ്ണെത്തുന്ന നേതാവാണ് പിണറായി വിജയൻ. അതിന് പ്രാപ്തിയുണ്ടെന്ന് ഭരണാധികാരിയായി തന്നെ പിണറായി വിജയൻ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് CPM എടുത്ത മികച്ച തീരുമാനമാണ് പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനമെന്ന് ന്യൂസ് ലാബ് ഉറച്ചു വിശ്വസിക്കുന്നു. CPM ബ്രാഞ്ചുകൾ ശക്തിപ്പെടുകയും താഴെത്തട്ടിൽ പാർട്ടി സമഗ്രതയിൽ കെട്ടിപ്പടുക്കുകയും ചെയ്താൽ തിരിച്ചുവരവ് അകലെയല്ല. 5 വർഷം മാത്രമാണ് അകലം. അതിനിടയ്ക്ക് വരുന്ന പാർട്ടി കോൺഗ്രസ് കൂടിയാകുമ്പോൾ ഉടച്ചു വാർക്കപ്പെട്ടൊരു പാർട്ടി ഉണ്ടാകുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റികളുടെ പേര് പറഞ്ഞ് പിണറായിയെ പോയ്ക്കാമെന്ന് കരുതുന്ന മാധ്യമങ്ങൾ ഒരു പൊടിക്കടങ്ങുന്നത് നന്നായിരിക്കും. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.